വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിക്ഷേപ തട്ടിപ്പ് കേസ് അട്ടിമറിക്കാൻ നീക്കം. നിർണായക ഘട്ടത്തിൽ അന്വേഷണം എത്തി നിൽക്കെ വടകര ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി മനോഹരനെ കോഴിക്കോട് സിറ്റി സൈബർ സെല്ലിലേക്ക് സ്ഥലം മാറ്റി. കേസിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുമ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ മാറ്റുന്നത്. പി ജെ അരുൺ തന്നെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, ഇത്തരത്തിൽ നിർണായക ഘട്ടത്തിലൂടെയാണ് അന്വേഷണം നീങ്ങുന്നത്. ആ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥനെ തന്നെ മാറ്റി ഇഷ്ടക്കാരെ കൊണ്ടുവന്ന് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണോ? അക്ഷയ്, കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറയുന്നത് ഈ DCC സെക്രട്ടറിയായ സുധീർ കുമാർ ഉൾപ്പെടെയുള്ളവരാണ്. ഈ കോൺഗ്രസ് നേതാക്കൾ തന്നെ കേസിൽ പ്രതികളായ ഒരു സംഭവത്തിൽ അന്വേഷണം UDF സർക്കാരാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണം കാര്യക്ഷമമായ രീതിയിൽ നടക്കില്ല എന്നുള്ളൊരു പരാതി ബന്ധുക്കൾക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കാരണം ഈ കോൺഗ്രസ് ലീഗ് RMP നിയന്ത്രണത്തിലാണ് ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇരിക്കുന്നത്. ഈ ഒരു നിക്ഷേപ തട്ടിപ്പ് കേസാണ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നത്. നിർണായക ഘട്ടത്തിലാണ് ഈ അന്വേഷണം എത്തി നിൽക്കുന്ന സമയത്താണ് ഈ അന്വേഷണ സംഘ തലവനായ വടകര ക്രൈംബ്രാഞ്ച് DYSP ടി മനോഹരനെ കോഴിക്കോട് സിറ്റി സൈബർ സെല്ലിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഈ DCC സെക്രട്ടറി TV സുധീർ കുമാർ ഉൾപ്പെടെ പ്രധാന പ്രതികളായ സൊസൈറ്റി സെക്രട്ടറി പ്രീന, ഡയറക്ടറായിരുന്ന റിനീസ് എന്നിവർ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഈ സ്ഥലം മാറ്റം എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ കേസിൽ കൂടുതൽ പേർ പരാതിയുമായി വരുന്നുണ്ട്. ഈ സൊസൈറ്റിയിൽ തന്നെ 5.80 കോടി രൂപയുടെ ഏകദേശം 6 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി അന്വേഷണ സംഘം പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ കേസ് അന്വേഷണം കോൺഗ്രസിന്റെയും UDFന്റെയും ഉന്നതയിലേക്ക് എത്തുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് അന്വേഷണ സംഘം തലവനെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഈ സഹകരണ സംഘം ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ സൊസൈറ്റിയിൽ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് പ്രാഥമിക അന്വേഷണമാണ് ജോയിന്റ് ഡയറക്ടർ നടത്തിയത്. അതുപോലെ തന്നെ നിക്ഷേപകരുടെ പണം വകമാറ്റിയും വ്യാജ വായ്പകൾ സൃഷ്ടിച്ചുമാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും. എന്തായാലും 22 ലക്ഷം രൂപ ഈ സൊസൈറ്റിയിൽ നിന്നും തിരിച്ചു കിട്ടാനുണ്ടായിരുന്ന ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്തതോടെയാണ് ഈ ഒരു സംഭവം വെളിയിൽ വരുന്നത്. എന്തായാലും മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടി പ്രതിയായ, ജില്ലയിലെ തന്നെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് സുധീർ കുമാർ. ഇദ്ദേഹം കൂടി പ്രതിയായ കേസാണ് ഇപ്പോൾ അവസാന നിമിഷത്തിൽ അട്ടിമറിയിലേക്ക് നീങ്ങുന്നത്. കാരണം അന്വേഷണ സംഘ തലവനെ തന്നെ സിറ്റി സൈബർ സെല്ലിലേക്ക് കാരണമൊന്നുമില്ലാതെ മാറ്റിയിരിക്കുകയാണ്. അതിൽ തന്നെ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോകണമെന്ന് തന്നെയാണ് ഇബ്രാഹിം ഹാജിയുടെ ബന്ധുക്കളും മറ്റുള്ള പണം നഷ്ടപ്പെട്ട ഇടപാടുകാരും ആവശ്യപ്പെടുന്നത്. അക്ഷയ്.